സമാധാനത്തിൻ ദൂതുമായി ഒലിവില മീഡിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം എത്രയെല്ലാം പുരോഗമനം അവകാശപ്പെട്ടാലും ജാതിയുടെയും മതത്തിൻ്റെയും വർഗവർണ്ണങ്ങളുടെയും പേരിലുള്ള തൊട്ടുകൂടായ്മ തുടച്ചു നീക്കി എന്ന് പ്രഖ്യാപിക്കുമ്പോഴും സൂക്ഷ്മമായി പരിശോധിച്ചാൽ വിവേചനങ്ങളും മാറ്റി നിർത്തലുകളും ഇന്നും സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്തിനും ഏതിനും അതിരുകളും അരുതുകളും നിശ്ചയിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ നമ്മുടെ അതിരുകൾക്കും മുൻവിധികൾക്കും അപ്പുറം ക്രിസ്തുവിന്റെ സ്നേഹം എത്രത്തോളം വിശാലമാണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, സകലരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു വിളിയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത്. യഹൂദർക്ക് വിജാതീയരുമായി യാതൊരു സമ്പർക്കവും പാടില്ല എന്ന് നിഷ്കർഷിച്ചിരുന്ന കാലത്ത് മതപരമായ വേലിക്കെട്ടുകളെ മറികടന്നാണ് യേശു സോർ, സീദോൻ എന്ന വിജാതീയ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. നസ്രയനായ യേശുവിലൂടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികളും രോഗസൗഖ്യവുമെല്ലാം മറ്റു ദേശങ്ങളിലേക്കും പടർന്നിരിക്കാം. അത് കേട്ടറിഞ്ഞാവണം ഈ കനാന്യ സ്ത്രീ വരുന്നത്. മനസ്സിന്റെയും ജീവിതത്തിന്റെ തന്നെയും താളം തെറ്റിയ തന്റെ മകളുടെ അവസ്ഥ ആ അമ്മയെ യേശുവിനരികിൽ എത്തിച്ചു എന്ന് പറയാം. ഭൂതബാധിതയായ തന്റെ മകൾക്ക് യേശു സൗഖ്യം നൽകുമെന്ന ഉറച്ച വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. തന്റെ നിലവിളിക്ക് യേശു മൗനം ആചരിച്ചപ്പോഴും തന്റെ ലക്ഷ്യത്തിൽ നിന്നവൾ പിന്മാറിയില്ല. ശിഷ്യന്മാർക്കും അവളുടെ നിലവിളി ഒരുപക്ഷെ അസഹനീയമായി തോന്നിയിരിക്കാം. യഹൂദരായ അവർക്ക് ആ വിജാതീയ സ്ത്രീയെ പറഞ്ഞുവിടാനായിരുന്നു തിടുക്കം എന്ന് തോന്നുന്നു. അവരുടെ ചിന്താഗതികളും മതത്തിനനുസരണമായിരുന്നിരിക്കാം. സമൂഹം പുറന്തള്ളിയവരെ അംഗീകരിക്കുവാനുള്ള വിമുഖത ശിഷ്യന്മാരിലും ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ പത്രോസ് താൻ കണ്ട ഒരു ദർശനത്തെപ്പറ്റി കൊർന്നല്യോസിനോട് പറയുന്നത്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവരുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്നാണ്. താൻ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി വന്നവനാണെന്ന് യേശു പറയുമ്പോഴും അവൾ കർത്താവിനെ നമസ്കരിച്ചുകൊണ്ട് തന്റെ ആവശ്യം പറയുകയാണ്. തന്നെ നായ്ക്കുട്ടിയോട് ഉപമിച്ചപ്പോൾ പോലും പതറാതെ വിനയപൂർവ്വം ഉത്തരം നൽകുന്ന ആ അമ്മയുടെ വിശ്വാസത്തെ യേശു പ്രശംസിക്കുക മാത്രമല്ല, ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യമാവുകയും ചെയ്യുന്നു. പതറാത്ത വിശ്വാസത്തോടെ വിനയപൂർവ്വം നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും അവൻ ഉത്തരം തരുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരെ മാറ്റി നിർത്താനും ഒഴിവാക്കാനും ശ്രമിക്കുന്ന സമൂഹത്തിൽ രക്ഷ സാർവത്രികമാണെന്നും ദൈവരാജ്യം യഹൂദർക്ക് മാത്രമല്ല സകലർക്കും അവകാശപ്പെട്ടതാണ് എന്നും വ്യക്തമാക്കുകയാണ് കർത്താവ്. വിശ്വാസത്തിനും സൗഖ്യപ്രാപ്തിക്കും ജാതിയോ മതമോ വംശമോ എന്ന വ്യത്യാസമില്ല. സമൂഹം തള്ളിക്കളഞ്ഞവരെ ചേർത്ത് പിടിക്കുകയാണ് യേശു. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. വേർതിരിവുകളുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കുടുംബങ്ങളിലും സമൂഹത്തിലും സഭയിലുമൊക്കെ നാമും പലപ്പോഴും അറിയാതെ തന്നെ വിവേചനത്തിന്റെ മതിലുകൾ പണിയാറുണ്ട്. എന്നാൽ അപരനിൽ ദൈവമുഖം ദർശിക്കുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അപരനെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ, ഭേദഭാവം കൂടാതെ ആവശ്യങ്ങൾ കൈത്താങ്ങാകുവാൻ നമുക്കും സാധിക്കുമോ? കൽക്കട്ടയിലെ തെരുവുകളിൽ രോഗബാധിതരായവരെയും വ്രണം നിറഞ്ഞവരെയും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരെയും ഒക്കെ സ്വന്തം കരങ്ങളാൽ ശുശ്രൂഷിച്ച മദർ തെരേസ ഇന്നും ജനമനസ്സുകളിലുണ്ട് എന്നതിൽ സംശയമില്ല. തങ്ങളുടെ സ്ഥാനമാനങ്ങളും സമൂഹത്തിലെ ഉയർന്ന നിലയും കുടുംബ പാരമ്പര്യങ്ങളും ഒന്നും ഗണ്യമാക്കാതെ ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിച്ച ദൈവസ്നേഹം പങ്കുവച്ച പ്രിയപ്പെട്ട സൈറസ് സാറിനെയും SK എബ്രഹാം സാറിനെയും പോലെ അനേകർ മാറ്റി നിർത്തപ്പെട്ടവരെയും അതിരുകളിലാക്കപ്പെട്ടവരെയും തേടിച്ചെന്ന് ചേർത്ത് പിടിക്കുവാനും
സമൂഹത്തിന്റെ കേന്ദ്രധാരയിലേക്ക് കൊണ്ടുവരുവാനും പരിശ്രമിച്ചവരാണ് സകലരെയും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യത്തിന്റെ വക്താക്കൾ. സിസ്റ്റർ മേഴ്സി മാത്യു ദയാഭായിയായി മാറിയതും ഈ ദൈവരാജ്യത്തിന്റെ സാർവത്രികതയെ മനസ്സിലാക്കിയതിനാലാണ്. അശരണരെ ചേർത്ത് നിർത്തി ധൈര്യപ്പെടുത്തിയതിനാലാണ്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമ്മെയും വെല്ലുവിളിക്കുന്നുണ്ട്. സമത്വവും സാഹോദര്യവും വാക്കുകളിൽ മാത്രം ഒതുക്കി നമ്മുടെ വീടുകളിലോ ചുറ്റുപാടുകളിലോ ആരെയെങ്കിലും നാം മാറ്റി നിർത്തുന്നുണ്ടോ? മനസ്സിന്റെ വാതിലുകൾ ആരുടെയെങ്കിലും നേരെ കൊട്ടിയടയ്ക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മറ്റൊരു മദർ തെരേസയോ മറ്റൊരു ദയാഭായിയോ ഒന്നും നമ്മുടെ ഉള്ളിൽ രൂപപ്പെടാത്തത്? ദളിതനോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമുള്ള നമ്മുടെ മനോഭാവം എന്താണ്? താഴ്ന്ന ജാതി, ഉയർന്ന ജാതി, ഉന്നത കുലജാതൻ എന്നിങ്ങനെയൊക്കെയുള്ള വേർതിരിവുകൾ മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ ക്രിസ്തുവിന്റെ ഈ വിളി നാമും ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. സമൂഹത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി മാറ്റി നിർത്തപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും ഒക്കെ ഒന്ന് ചേർത്ത് നിർത്താം. കനാന്യ സ്ത്രീയെ പോലെ നിലവിളിക്കുന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കാം. ദൈവം മുമ്പാകെ എല്ലാവരും തുല്യരാണെന്ന് പ്രസംഗിക്കുമ്പോഴും മനസ്സിൽ മതിലുകൾ കെട്ടി മനുഷ്യനെ തരംതിരിക്കുന്നവരാകുവാനല്ല, വിവേചനത്തിന്റെ അതിർവരമ്പുകൾ മായ്ച്ച് നിയമങ്ങളെക്കാൾ അധികമായി മനുഷ്യനെ സ്നേഹിക്കുവാനും അവരിൽ ദൈവിക സാദൃശ്യം ദർശിക്കുവാനും സാധിക്കണം. അപ്പോൾ മാത്രമാണ് നാം ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളായി മാറുന്നത്. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനുള്ള ദൈവിക വിളി നമുക്ക് ഏറ്റെടുക്കാം. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ദൈവരാജ്യ സന്ദേശം അവരിലേക്കും പകരാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ മനസ്സിലെ അതിരുകളുടെയും വിവേചനങ്ങളുടെയും മതിൽക്കെട്ടുകൾ തകർത്ത് സമസൃഷ്ടികളിൽ ദൈവിക സാദൃശ്യം ദർശിക്കുവാനും ഏവരെയും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.